ഹലോ, അസ്സാം വലൈക്കും. ഇന്നേ ഞാനുണ്ടാക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. 1 കിലോ ചിക്കനിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി, 1 മുട്ട. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ച ഓയിലിൻ്റെ ഒരു 2-3 ടീസ്പൂൺ ചേർത്തിട്ട് സ്പ്രിംഗ് ഓണിയനും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത്, വലിയ ഉള്ളി വലുതാക്കി കട്ട് ചെയ്തിട്ട്, അതായത് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് അതും, പിന്നെ ക്യാപ്സിക്കും നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒന്ന് വെന്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ വെള്ളം കൂടെ ചേർത്താൽ ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. അതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ചാൽ അടിപൊളി ചിക്കൻ ഗ്രേവി റെഡി. എന്നിട്ട് അത് ഒന്ന് അടച്ച് വെച്ച് തുറന്നതിന് ശേഷം അതിലോട്ട് മല്ലിയില, ഒരു പിടി മല്ലിയില നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് നല്ല അടിപൊളി